ചാലക്കുടി പാലത്തിന് മുകളിൽ നിന്ന് പുഴയിൽ വീണത് തട്ടിപ്പ് സംഘം എന്ന് വിലയിരുത്തൽ. മലപ്പുറം സ്വദേശികളിൽ നിന്ന് 4 ലക്ഷം രൂപ തട്ടിയെടുത്ത് രക്ഷപ്പെട്ട ഇതര സംസ്ഥാനക്കാരാണ് പുഴയിൽ വീണതെന്നാണ് പോലീസിന്റെ നിഗമനം. സ്വർണം നൽകാമെന്ന് പറഞ്ഞാണ് പണം തട്ടിയത്. MS ലിഷോയ് ഉണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, ഇവരെ പറ്റി എന്തെങ്കിലും സൂചന? തെരച്ചിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു? അതായത് ഫയർഫോഴ്സ് സംഘം ഇപ്പോഴും മുങ്ങൽ വിദഗ്ധരടക്കമുള്ള സംഘം എത്തി അവിടെ തിരച്ചിൽ തുടരുകയാണ്. അതേസമയം തന്നെ ഈ ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഈ മറു ഭാഗങ്ങളിലും, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി അർദ്ധരാത്രി നാദാപുരം സ്വദേശികൾക്ക് സ്വർണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാലക്കുടി ഭാഗത്തേക്ക് ഈ വിളിച്ചുകൊണ്ടുവന്നത്. ഈ ഇതര സംസ്ഥാനക്കാർ ഇവരുടെ പക്കലുണ്ടായിരുന്ന 4 ലക്ഷം രൂപ തട്ടിയെടുത്ത് ഉടനടി തന്നെ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. ആ പോകുന്നതിനിടയിലാണ് റെയിൽവേ പാലത്തിന് മുകളിലൂടെ നടക്കുകയും അവിടെ നിന്ന് ട്രെയിൻ വന്ന സമയത്ത് താഴേക്ക് ചാടുകയും ചെയ്തത്. അതിനിടെ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ പോലീസും മറ്റ് തരത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ചാലക്കുടിയിലുള്ള ഡിവൈൻ നഗറിൽ നിന്ന്, ഇവിടെ നിന്ന് ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് കുറച്ച് മാറിയാണ് ഡിവൈൻ നഗറിൽ നിന്ന് ആളുകൾ, അതായത് 4 പേർ ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു. അതിൽ ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇവർ ഓട്ടോയിൽ കയറിയത് എന്നാണ് ഓട്ടോ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് പോകണമെന്നാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഇവർ ഈ ഈ ട്രാക്കിൽ നിന്ന് താഴേക്ക് ചാടിയ 4 പേർ തന്നെയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.